ഏവർക്കും സ്നേഹവന്ദനം. വൈകാരിക സൗഖ്യം, ഇമോഷണൽ ഹീലിംഗ്, നമ്മളെ ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഹൃദയത്തിലെ മുറിവുകളിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള യാത്ര, ഹീലിംഗ് ദ ഹിഡൻ വൂൺസ് ഓഫ് അഡിക്ഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന പലരും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്: ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും മദ്യത്തിലേക്ക് മടങ്ങുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം ശരീരത്തിൽ മാത്രം കണ്ടെത്താനാവില്ല. അത് പലപ്പോഴും മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന വേദനകളിലാണ്. ചിലർ ഏകാന്തത മറക്കാൻ കുടിക്കുന്നു, വേറെ ചിലർ പരാജയത്തിൻ്റെ വേദന മറക്കാനായിട്ട് കുടിക്കുന്നു, ചിലർ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മദ്യപിക്കാറുള്ളത്, ചിലർ ബാല്യകാല പീഡനങ്ങളുടെയും നിരാകരണത്തിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ത്യജിക്കുകയോ അല്ലെങ്കിൽ സ്കൂളുകളിൽ അവർക്ക് ഏതെങ്കിലും തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുകയോ അങ്ങനെയുള്ള ഓർമ്മകളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം തേടാൻ വേണ്ടിയിട്ട് ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. മദ്യമോ ലഹരിയോ ഈ വേദനകളെ സുഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് സമയത്തേക്ക് അതൊന്ന് മറച്ചു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് യഥാർത്ഥ മോചനം ലഭിക്കണമെങ്കിൽ ശരീരത്തിനൊപ്പം മനസ്സും സുഖപ്പെടണം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വികാരങ്ങൾ എന്താണ്. വികാരങ്ങൾ ദൈവം മനുഷ്യന് നൽകിയ സ്വാഭാവിക കഴിവാണ്. സന്തോഷം, ദുഃഖം, കോപം, ഭയം, സ്നേഹം, പ്രത്യാശ, നിരാശ ഇവയെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. വികാരങ്ങൾ ശത്രുക്കളല്ല, എന്നാൽ അവയെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തപ്പോൾ അവ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വികാരങ്ങളെ അടിച്ചമർത്തുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ അവയെ തിരിച്ചറിയുകയും ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് റിക്കവറിയുടെ പ്രധാന ഘടകമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 4 മൊഡ്യൂളിൽ നിന്ന് 5 ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനകത്ത് റിക്കവറിയെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുവരെ നിങ്ങൾ ആർക്കും ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കോ കുടുംബാംഗങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കോ ഒക്കെ അതൊന്ന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസും ലൈക്ക് ബട്ടണും ഒന്ന് അമർത്തണമേ എന്ന് അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. നമ്മൾ ഇപ്പോൾ രണ്ടാമത് ചിന്തിക്കാൻ പോകുന്നത് കോപത്തെക്കുറിച്ചാണ്. ആങ്കർ. നമുക്കറിയാം, കോപം ഒരു സാധാരണ മനുഷ്യവികാരമാണ്. എന്നാൽ നിയന്ത്രിക്കപ്പെടാത്ത കോപം കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും അക്രമത്തിലേക്കും ലഹരിയിലേക്കും വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. കോപത്തിൻ്റെ പിന്നിൽ പലപ്പോഴും മറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ നിരാശയായിരിക്കും, അല്ലെങ്കിൽ അപമാനമായിരിക്കാം, അല്ലെങ്കിൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ അനീതിയുടെ അനുഭവങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിറവേറപ്പെടാത്ത പ്രതീക്ഷകളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കോപം വന്നാൽ ഉടൻ പ്രതികരിക്കാതെ അല്പസമയം നിശബ്ദരാകുക എന്നുള്ളതാണ് അതിനുള്ളൊരു പരിഹാരമായിട്ടുള്ളത്. ആഴത്തിൽ ശ്വസിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതുവരെ നിങ്ങൾ ആ ലെസൺസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ദയവുണ്ടായിട്ട് കഴിഞ്ഞ 5 ക്ലാസ്സുകളൊന്ന് കേൾക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ആഴത്തിൽ ഒന്ന് എവിടെയെങ്കിലും ശാന്തമായിട്ട് ഇരുന്നിട്ടൊന്ന് ശ്വസിക്കുക. നല്ലോണം ബ്രീത്തിങ് ഒന്ന് ഉള്ളിലേക്ക് എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് പുറത്തേക്ക് വിടുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോപത്തിൽ നിന്നൊരല്പ ശമനം കിട്ടും. മാത്രമല്ല, പിന്നീട് പ്രശ്നത്തെ സമാധാനത്തോടെ സമീപിക്കുക. നമ്മൾ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ അകാരണമായിട്ട് കോപിക്കുന്നു. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിലോ ഇരിക്കുന്ന ഇരിപ്പിലോ നല്ല ആഴത്തിൽ ശ്വസിക്കുക. എന്നിട്ട് മെല്ലെ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 10 വരെ ഉള്ളിൽ എണ്ണുക. അങ്ങനെ 10 വരെ നിങ്ങൾ എണ്ണിക്കഴിഞ്ഞിട്ട് അത് മെല്ലെ ശ്വാസം വെളിയിലേക്ക് വിട്ട് കഴിയുമ്പോൾ അങ്ങനെ 3-4 പ്രാവശ്യം നിങ്ങൾ തുടർമാനമായിട്ട് ചെയ്താൽ നിങ്ങളുടെ കോപം ശമിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശാന്തമായി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങൾ വേറൊരു തമാശ രൂപത്തിൽ തമാശ പറഞ്ഞ് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കോപം വരുന്നത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. എപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾക്ക് കോപം വരുന്നത്, ഏത് സാഹചര്യങ്ങളിലൊക്കെയാണ് കോപം വരുന്നത് ഒന്ന് എഴുതാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഡിപ്രഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വിഷാദത്തെക്കുറിച്ചാണ്. വിഷാദം എന്നത് സാധാരണ ദുഃഖത്തേക്കാൾ ഗൗരവമുള്ള ഒരു മാനസിക ആരോഗ്യ പ്രശ്നമാണ്. അത് മറന്നു പോകണ്ട. ഈ വിഷാദ രോഗമുണ്ട്, എന്നാൽ ആ രോഗമൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതിന് മുമ്പായിട്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അതിനും ഡിപ്രഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു ദുഃഖം മാത്രമല്ല, അതിനേക്കാളും കുറച്ചും കൂടെ മുഖരിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊരു മാനസിക ആരോഗ്യ പ്രശ്നമാണ്. പലരും ഇതിനെ ബലഹീനതയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇത് ചികിത്സിക്കാവുന്ന അവസ്ഥയാണ്. വിഷാദത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം. ദീർഘകാല സങ്കടം.
നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ സങ്കടം കൊണ്ട് നടക്കുക. അത് ആരോടും ഒന്ന് പോർ ഔട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് പങ്കുവെക്കുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ സ്നേഹിതനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ജീവിത പങ്കാളിയോ അവരുമായിട്ട് ഇതൊന്ന് പങ്കുവെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ഒരാളോട് നിങ്ങളുടെ ആ ദുഃഖങ്ങൾ ഒന്ന് പങ്കുവെക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങളൊന്ന് തുറക്കുന്നത്, നമ്മുടെ വിൻഡോസ്, ജനലുകൾ, ഹൃദയത്തിൻ്റെ ജനലുകൾ തുറക്കുമ്പോൾ തന്നെ അതിനകത്തോട്ട് പുതിയ വായു കയറുകയും നമ്മുടെ അകത്തടിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള നിരാശയുടെയും അതേപോലെ തന്നെ ഈ വിധത്തിലുള്ള ഒരുപാട് സങ്കടങ്ങളുടെയൊക്കെ ആ വായു അങ്ങ് പുറത്തേക്ക് പോവുകയും നല്ല ഒരു ശാന്തത കൈവരിക്കാനായിട്ട് നല്ല ശ്വാസം ഉള്ളിലേക്ക് വരികയൊക്കെ ചെയ്യും. നമ്മുടെ മനസ്സിൻ്റെ പല തലങ്ങളിലേക്കും അത് പ്രകടമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദീർഘകാല സങ്കടം ഒരിക്കലും നിങ്ങളങ്ങനെ കൊണ്ട് നടക്കരുത്. ആരോടെങ്കിലും പറയണം. അത് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. മുൻപ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുക, അതാണ് മറ്റൊരു ലക്ഷണം. നമുക്ക് നേരത്തെ പല കാര്യങ്ങളും ചെയ്യാൻ വളരെ താല്പര്യമായിരുന്നു, മദ്യം ഒഴികെ. മദ്യത്തെ നിങ്ങൾക്ക് നേരത്തെ താല്പര്യമുണ്ടെന്ന് അറിയാം. എന്നാൽ അങ്ങനെ മദ്യം കഴിക്കുകയല്ല വേണ്ടത്, അതിനെ ഇഷ്ടപ്പെടുകയല്ല വേണ്ടത്. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം, മൂവി കാണുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യം കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഡിപ്രഷൻ്റെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉറക്കക്കുറവോ അമിതവും ഉറക്കമോ ഉണ്ടെങ്കിൽ അത് ഡിപ്രഷൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ശരീരത്തിന് കണ്ടുമാനം ക്ഷീണം, ശരീരത്തിനായിരിക്കത്തില്ല ക്ഷീണം, പക്ഷേ മനസ്സ് ശരീരത്തോട് കമാൻഡ് ചെയ്യുകയാണ്, നീ ക്ഷീണിതനാണ്, നിനക്കൊന്നിനും താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരു മടി പോലെ എപ്പോഴും എല്ലാറ്റിനും ഒരു മടി പോലെ തോന്നുകയും അതേപോലെ നമ്മുടെ കൈ രണ്ടും കൂടി തുടയ്ക്കകത്തോട്ട് വെച്ചിട്ടിങ്ങനെ ചരിഞ്ഞു കിടന്നുറങ്ങുന്ന അത് കൂടെ ആ വിധത്തിൽ കിടന്ന് ഉറങ്ങുന്നതൊക്കെ ഈ ഡിപ്രഷനിലേക്ക് നമ്മളെ നയിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. നല്ല ചൂടുള്ള സമയത്ത്, നല്ല തീക്ഷ്ണമായ ചൂടൊക്കെ ഉള്ളപ്പോഴും ചില ആളുകൾ പൊതിച്ച് കിടക്കാറുണ്ട്. ആ പുതയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടും. അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്രഷൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കണ്ട് നിങ്ങൾ അതിനുള്ള ചികിത്സ തേടുന്നത് നന്നായിരിക്കും. ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോർ ഔട്ട് ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ പങ്കുവെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ AI കൂട്ടായ്മയിൽ പോകുന്നത് നന്നായിരിക്കും. ഇവിടെ നമുക്ക് ഫെലോഷിപ്പ് കൂട്ടായ്മയുണ്ട്, ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ നമ്മുടെ മനസ്സിലെ കണ്ടമാനം കുറ്റബോധം കമിഞ്ഞുകൂടുക, അതിങ്ങനെ മനസ്സിനെ തികട്ടിക്കൊണ്ടിരിക്കുക, നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാതെ വരിക, അതൊക്കെ ഡിപ്രഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ നമുക്ക് പ്രത്യാശയില്ലാത്തൊരു സാഹചര്യം വരിക, പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടൽ, അതേപോലെ 2 ആഴ്ചയിലധികം ഈ ലക്ഷണങ്ങൾ, ഇപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തുടരുകയാണെങ്കിൽ ഓർത്തുകൊള്ളണം, നിങ്ങളൊരു മാനസിക ആരോഗ്യ വിദഗ്ധനെ സമീപിക്കേണ്ടതാണ്. ഒന്നുകിൽ സൈക്കാട്രിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണണം. അതുപോലെ 4ാമത്തെ ഒരു കാര്യമാണ് ഉത്കണ്ഠ. അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറയാം. ആങ്ഷൈറ്റി എന്ന് പറയും. ചെറിയ തോതിലുള്ള ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടാകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്ത്രീകൾക്കാണ് ഉത്കണ്ഠ കൂടുതലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ അവർ ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുത്തു, പാത്രങ്ങളെല്ലാം മോറി അവരെ പോയി കിടക്കാനായിട്ട് പായൊക്കെ വിരിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവർ ദീർഘശ്വാസം വിടും. ആ ദീർഘശ്വാസത്തിൻ്റെ ഒരു കാരണം ഇന്നത്തേടം കഴിഞ്ഞു പോയി, എന്നിട്ട് അറിയാതൊരു വാക്ക് ഇന്നിങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു, ഇപ്പം നാളെ രാവിലെ പോലെ എന്താണാവും, ഇങ്ങനെ ചോദിക്കും. അതൊരു ഉത്കണ്ഠയുടെ ഭാഗമാണ്. അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നാളെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ ഉത്കണ്ഠ എല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിലും അത് ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സഹായം ആവശ്യം വരും. ഉത്കണ്ഠ നമ്മളെ നിയന്ത്രിക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ മനസ്സിനോട് പറയണം, ഉത്കണ്ഠയുണ്ട്, പക്ഷേ അതെന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാനൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണണം എന്ന് നിങ്ങൾ സ്വയമേ തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, അമിതമായിട്ട് വിയർക്കുക, അതുപോലെ കൈ വിറയ്ക്കുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മോശമായിട്ട് സംഭവിക്കുമെന്നുള്ള ഒരു ഭയം, അതേപോലെ തന്നെ അതൊരു സ്ഥിരമായിട്ടുള്ള ഭയം, ഇതെന്തെങ്കിലും എനിക്ക് പറ്റും, എനിക്കെന്തോ വലിയ കാര്യം വരാൻ പോണ്, വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള മോശമായ എന്തോ ഒരു കാര്യം വരാൻ പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഉത്കണ്ഠയുടെ ഭാഗം തന്നെയാണ്. ആൻസൈറ്റി ഡിസോർഡർ വേറെയുണ്ട്, ആൻസൈറ്റി ഉണ്ട്. അപ്പം ശ്രദ്ധക്കുറവോ, നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇതിലൊക്കെ ഈ ഉത്കണ്ഠയുടെ ഭാഗമായിട്ടത് മാറാൻ സാധിക്കും. അപ്പോൾ ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്?
അതിന് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ശ്വാസ വ്യായാമം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ശ്വാസം വലിച്ചു പിടിക്കുക, എന്നിട്ട് മെല്ലെ നമ്മൾ അതിനെ റിലീസ് ചെയ്യുക. അങ്ങനെ ദിവസേന നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടും. മാത്രമല്ല രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു 40 മിനിറ്റ്സ് 40 മിനിറ്റ് നിങ്ങൾ 4 കിലോമീറ്റർ ദൂരം നടക്കുക. പറഞ്ഞാൽ നേരെ ഒരു 4 കിലോമീറ്റർ നടക്കുക എന്നുള്ളതാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും എവിടെയെങ്കിലും റോഡുകളോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വയൽ പ്രദേശമാണെങ്കിലും നിങ്ങൾക്ക് അതിലെ ആ വരമ്പത്തൂടൊക്കെ നടക്കുക. ഒരു 40 മിനിറ്റ് നടക്കുക. ഒരു സാമാന്യം തിരക്കേടില്ലാത്ത വിധം സ്പീഡിൽ തന്നെ നടക്കുക. അതായത് 1 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ട് നടക്കുക. അങ്ങനെ 4 കിലോമീറ്റർ 40 മിനിറ്റ് കൊണ്ട് ദിവസവും നടക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ കോഫി നിങ്ങൾ നിയന്ത്രിക്കണം. കഫീൻ വരുന്ന ഏത് കാര്യങ്ങളായിരുന്നാലും ആ പദാർത്ഥങ്ങളെല്ലാം നിങ്ങൾ നിയന്ത്രിക്കുന്നതെന്നായിരിക്കും. അതേപോലെ ഉറക്കം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മിനിമം 7 hours ഉറങ്ങണം. 7 hours കൃത്യമായിട്ട് ഉറങ്ങണം. ഉറക്കത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പിന്നീടത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം, ഉറക്കത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ. അപ്പം ചില ആളുകൾ പറയും ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം കിട്ടുകയില്ല. ഉറക്കം കിട്ടാനുള്ള ചില പോംവഴികളുണ്ട്. അടുത്ത എപ്പിസോഡിൽ അത് പറയുന്നതായിരിക്കും. അപ്പോൾ ഉറക്കം നമ്മൾ ക്രമപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കും. ബോറിംഗ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ അധികം സംസാരിക്കാതിരിക്കും. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാം നമ്മെ ഒരു മഹത്തായ സത്യത്തിലേക്ക് നയിക്കുന്നു. മോചനം ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പുനഃസ്ഥാപനമാണ്. ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.